ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വരുക്കും സ്വാഗതം. 2 തമിഴ് സിനിമകളുടെ ഉൾപ്പെടെ 3 സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ തമിഴ് ചിത്രം മെയ്യഴകന്റെ കളക്ഷനാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ആദ്യ ദിവസങ്ങളിൽ പ്രതീക്ഷത്ര കളക്ഷനല്ല വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഗാന്ധി ജയന്തി ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ വന്നതോടെ സിനിമയ്ക്ക് ആകെ 7 ദിവസത്തെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ എന്ന നിലയിൽ വളരെ മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കാർത്തി അരവിന്ദ് സ്വാമി കൂട്ടുകെട്ടിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മെയ്യഴകൻ ഇന്നത്തോടെ 40 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പിന്നിടുമെന്നത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. റിലീസിന് മുന്നേ വലിയ ഹൈപ്പൊന്നും ഇല്ലാതിരുന്ന സിനിമയ്ക്ക് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മികച്ചൊരു കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് നിസ്സംശയം പറയാം. 50 കോടിയും അതിനുമപ്പുറം സിനിമ നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കാം. ലബർപന്ത് മെയ്യഴകന് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമകളിൽ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയാണ്. ഹരീഷ് കല്യാൺ നായകനെത്തിയ സിനിമയും മികച്ചൊരു വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വരെയുള്ള കളക്ഷൻ പ്രകാരം 23 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് ഗ്രോസ് സിനിമ പിന്നിട്ടിരിക്കുകയാണ്. ഉടനെ 25 കോടി വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിടുന്ന സിനിമ അതിനുമപ്പുറം മികച്ച കളക്ഷൻ നേടിയെടുത്ത തിയേറ്ററുകളിലെ വിജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഏറ്റവും വലിയ ലാഭം നേടിയെടുത്ത സിനിമയാണല്ലോ ആസിഫ് അലി നായകനെ എത്തിയ കിഷ്കിന്ധകാണ്ഡം. സിനിമയുടെ ഏറ്റവും പുതിയ കേരള ട്രാക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ അവധി ദിവസം ഇതേ സമയം 70 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 23 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് ഏകദേശം 50 ലക്ഷത്തിനടുത്ത് കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ ഇന്നലെയോടെ തന്നെ വേൾഡ് വൈഡ് ഗ്രോസ് 70 കോടി പിന്നിട്ടിരുന്നു. ഇന്നത്തോടെ 70 കോടി 80 ലക്ഷത്തിനടുത്ത് വേൾഡ് വൈഡ് ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കിഷ്കിന്ധകാണ്ഡം ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. കാത്തിരിക്കൂ അടുത്ത ദിവസങ്ങളിലെയും കളക്ഷൻ അറിയാനായിട്ട്.